മിസ്റ്റർ ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ കൊണ്ട് എങ്ങനെ നമുക്കൊരു ഷോർട്ട് വേവ് റേഡിയോ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു ഷോർട്ട് വേവ് റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാം റേഡിയോ സിഗ്നലുകൾ റിസീവ് ചെയ്ത് കേൾക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരമുള്ള ഹാം റേഡിയോ നെറ്റ് ചെക്കിംഗ് HF നെറ്റ് ചെക്കിംഗ് നമുക്ക് ഇതുവഴി ലിസൺ ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഷോർട്ട് വേവ് റീജനറേറ്റീവ് റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രാം. പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഇതിൽ ഉള്ളത്: റിസീവർ സെക്ഷൻ, പ്രീ ആംപ്ലിഫയർ സെക്ഷൻ, പവർ ആംപ്ലിഫയർ സെക്ഷൻ. BF 494 അല്ലെങ്കിൽ 495 എന്ന RF NPN ട്രാൻസിസ്റ്റർ ആണ് ഇതിൽ റിസീവർ സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. BC 547 അല്ലെങ്കിൽ 548 എന്ന ഓഡിയോ ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററാണ് ഇതിൽ പ്രീ ആംപ്ലിഫയർ സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. പവർ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് LM386ൻ്റെ ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഡിയോ ആംപ്ലിഫയർ വേണമെങ്കിലും പവർ ആംപ്ലിഫയർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഈ സർക്യൂട്ടിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇതിൽ ആൻറ്റിനയിൽ നിന്നും റിസീവറിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു 22 ഓമിൻ്റെ റെസിസ്റ്ററും പിന്നെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് 1Kയുടെ ഒരു വോളിയം കൺട്രോളർ ആണ്. സിഗ്നൽ ഓവർലോഡിങ് ഉണ്ടാകാതിരിക്കാനാണ് ഞാനിങ്ങനെ 1Kയുടെ വോളിയം കൺട്രോളർ അവിടെ കണക്ട് ചെയ്തത്. 2 വേരിയബിൾ കപ്പാസിറ്ററുകൾ ഇതിൻ്റെ ട്യൂണിങ്ങിനായി ഉപയോഗിക്കുന്നുണ്ട്. 3.6 മൈക്രോ ഹെൻറി ഇൻഡക്ടറാണ് ഇതിൽ കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കോയിലാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു പഴയ റേഡിയോയിൽ നിന്നും എടുത്ത ടോക്കോ IFTയിലാണ് ഞാൻ ഈ ഇൻഡക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ട്രാൻസിസ്റ്റർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഷോർട്ട് വേവ് റേഡിയോ. ഈ റേഡിയോ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഹാം റേഡിയോ സംഭാഷണങ്ങൾ കേൾക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടോക്കോ IFTയിലാണ് ഞാൻ ഇതിൻ്റെ കോയിൽ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഈ കോയിലാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. 3.6 മൈക്രോ ഹെൻറിയാണ് ഈ ഇൻഡക്ടർ കോയിലിൻ്റെ വാല്യൂ. ഇതിൽ മറ്റൊരു വലിയ കോയിലും ഉണ്ട്. ഇതാണ് റേഡിയോ ഫ്രീക്വൻസി ചോക്ക് എന്ന് പറയുന്നത്. 2 വേരിയബിൾ കപ്പാസിറ്ററുകളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാനൊരു പഴയ റേഡിയോയിൽ നിന്നും റിമൂവ് ചെയ്ത വേരിയബിൾ കപ്പാസിറ്ററുകളാണ്. മീഡിയം വേവ് ബാൻഡിന് ഉപയോഗിക്കുന്ന വേരിയബിൾ കപ്പാസിറ്ററുകളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 2 വോളിയം കൺട്രോളറുകൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ഒരു വോളിയം കൺട്രോളർ റീജനറേഷൻ കൺട്രോളും മറ്റേ കൺട്രോളർ ആൻറ്റിന അറ്റുനേറ്റർ കൺട്രോളറുമാണ്. ആൻറ്റിന കണക്ഷനായി ഞാനിവിടെ BNC കണക്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 9 വോൾട്ട് ബാറ്ററിയും ഓഡിയോ ഔട്ട്പുട്ടിനായി മറ്റൊരു RCA കേബിളും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ RCA കേബിൾ കണക്ട് ചെയ്യുന്നത് ഒരു പവർ ആംപ്ലിഫയറിലേക്കാണ്. നമ്മളുണ്ടാക്കിയ ഈ റീജനറേറ്റീവ് റേഡിയോ നമ്മൾ ഉദ്ദേശിച്ച ഫ്രീക്വൻസിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നറിയാനായി ഒരു റേഡിയോ നിങ്ങൾ എടുക്കുക. 40 മീറ്റർ ബാൻഡുള്ള റേഡിയോ ആണിത്. ഈ റേഡിയോയിൽ ഇതിൻ്റെ ട്യൂണിംഗ് ഡയൽ 41 മീറ്റർ എന്നെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടു മുകളിലായി പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയ റീജനറേറ്റീവ് റേഡിയോയുടെ 2 വേരിയബിൾ കപ്പാസിറ്ററുകളുടെ നോബ് ഇതുപോലെ തിരിക്കുക. ഒരു സ്പോട്ട് എത്തുമ്പോൾ നമ്മളുടെ റേഡിയോയിലെ LED കത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഇതിൻ്റെ LED കത്തുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ ഈ റീജനറേറ്റീവ് റേഡിയോ 40 മീറ്റർ ബാൻഡിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഈ റീജനറേറ്റീവ് റേഡിയോ സത്യത്തിൽ ഒരു ട്രാൻസിസ്റ്റർ ഓസിലേറ്ററാണ്. നമ്മൾ റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസി ഏതാണോ അതിനനുസരിച്ചാണ് ഇതിലെ ഓസിലേറ്റർ പ്രവർത്തിക്കുന്നത്. ഈ ഓസിലേറ്ററിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ നേരെ പോകുന്നത് ഈ റേഡിയോയിലെ ആൻറ്റിനയിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ LED ബ്ലിങ്ക് ആവുന്നത്. ഇനി നമുക്ക് ഈ റേഡിയോയെ ഒന്ന് പ്രവർത്തിച്ച് നോക്കാം. അതിനായി ബാറ്ററിയും ആൻറ്റിനയും ആംപ്ലിഫയറും ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്.
3 final plus 5 to 10 dB over from Malapura. Friday and Sunday morning QR is 73 to HFM to MG over. And monthly for checking in 59 plus 5 dB 73 Tabakude. Good morning. அது அன்னைக்கு எனக்கு சொல்ல தெரியல டாக்டருக்கு நல்லா தெரிஞ்சிருக்கும் டாக்டர் எனக்கு சொல்லி கொடுக்கல அதாங்க சொல்ல வந்தேன் നെറ്റിലൊക്കെ പൈലപ്പോ നേരത്തെ സീനപ്പിൾ ചെന്ന് കഴിഞ്ഞാല് പിന്നെ കോപ്പിയിൽ സീനപ്പിളിയോ ആദ്യം കോപ്പി ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു 40 മീറ്റർ ബാൻഡ് ഷോർട്ട് വേവ് റേഡിയോ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.